السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ മാസം വിശുദ്ധ റമദാൻ അതിന്റെ അവസാന ദിനരാത്രങ്ങളിലാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ബസായിറുൽ ഇന്നാസ്, ജനങ്ങൾക്ക് ബസായിറാണ്, ഉൾക്കാഴ്ച നൽകുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ അവസരം നൽകുന്നു എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വഹുദം വറഹ്മത്തൻ ലിൽ ആലമീൻ, ഖുർആൻ ഹുദയും റഹ്മത്തുമാണ്. അതിന് നൽകപ്പെടുന്ന ഒരു വിശദീകരണം, ഹുദ എന്നാൽ ഇഹലോകത്ത് ലഭിക്കുന്ന സന്മാർഗമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദുനിയാവിൽ ഒരു മനുഷ്യന് നൽകുന്ന ഹിദായത്താണ്, ഹുദയാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പ്രയോജനം. റഹ്മത്തൻ, അത് റഹ്മത്താണ്. ഖുർആൻ റഹ്മത്താണ് എന്ന് പറയുമ്പോ ഖുർആനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമാണ് റഹ്മത്ത് എന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഖുർആൻ ബസായിറാണ്, ഹുദയാണ്, റഹ്മത്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ച ഒരു അധ്യായമായിരുന്നു സൂറത്തുൽ ജാസിയ. അൽഹംദുലില്ലാ, ഇന്ന് കേരളത്തിൽ 10,000-കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഖുർആനിലെ 45-ാം അധ്യായം 37 ആയത്തുകളുള്ള, അവതരണക്രമത്തിൽ 64 എന്നും 65 എന്നും എൻ്റെ അഭിപ്രായമുണ്ട്, ഈ ഒരു അധ്യായം ഇന്ന് പരീക്ഷ എഴുതുന്നത്. അധ്യായവുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങളാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചെറിയ ഈ സമയത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മക്കയിലാണ് ഈ അധ്യായം അവതരിച്ചത്. അതിന് തൊട്ടു മുമ്പുള്ള ഒരു അധ്യായമാണ് സൂറത്ത് ദുഖാൻ. ദുഖാനെയും അൽ ജാസിയും ചേർത്ത് ഇരട്ട കുട്ടികൾ എന്ന് സാദൃശ്യമുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയുന്നത് കാണാൻ കഴിയും. ജാസിക്ക് ശേഷം വരുന്ന അധ്യായമാണ് സൂറത്തുൽ അഹ്കാഫ്. ഒരു അധ്യായത്തിന് അതിന് പല രൂപത്തിൽ അതിന് പേര് ലഭിക്കും. ഖുർആനിൽ 3 അധ്യായങ്ങൾക്കാണ് ആയത്തിൽ എവിടെയും അധ്യായത്തിന്റെ പേരില്ലാത്തത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്കാണ്. ഫാത്തിഹ എവിടെ നോക്കിയാലും നമുക്ക് ഫാത്തിഹ എന്നുള്ള ഒരു വാക്ക് ആയത്തിൽ കാണാൻ കഴിയില്ല. മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസിലും എവിടെയും നമുക്ക് ഇഖ്ലാസ് എന്നുള്ള ഒരു വാക്ക് കാണാൻ പറ്റില്ല. മറ്റൊരു അധ്യായം സൂറത്തുൽ അംബിയ ആണ്. അംബിയ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെ എവിടെയും ഒരായത്തിലും അംബിയ എന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ജാസിയ തുടക്കത്തിലല്ല, അതിന്റെ 28-ാമത്തെ ആയത്തിൽ നിന്നാണ് എല്ലാ സമുദായവും അള്ളാഹുവിന് മുമ്പിൽ നാളെ പരലോകത്ത് മുട്ടുകുത്തിയവരായി അഥവാ നിസ്സഹായരായി നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജാസിയ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയത് എന്നാണ് അർത്ഥം. ഹാമീം കൊണ്ട്, കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന 29 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. അതിൽ ഹാമീം എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 7ഓളം അധ്യായങ്ങളാണ്. സൂറത്തുൽ ഗാഫിറും, ഫുസ്സിലത്ത്, സുഖ്റുഫ്, ദുഖാന്, ജാസിയ, അഹ്കാഫ് തുടങ്ങിയ 7 അധ്യായങ്ങള് ഹാമീം എന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഹവാമീം സൂറ എന്നാണ് ഹാമീം കൊണ്ട് തുടങ്ങുന്ന 7 സൂറത്തുകൾക്ക് പൊതുവെ പറയാറുള്ളത്. അഹ്കാഫ്, അശൂറ. ഖുർആനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ 2 പ്രധാനപ്പെട്ട വിശേഷണങ്ങള് അവിടെ എടുത്തു പറയുന്നുണ്ട്. അൽ അസീസ്, അൽ ഹക്കീം. അള്ളാഹു പ്രതാപവാനും യുക്തിജ്ഞനുമാണ്.
ഇതിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് തൗഹീദ് ആഖിറത്താണ്. തൗഹീദ് എന്ന് വെച്ചാൽ ഏകദൈവത്വം. മറ്റൊന്ന് പരലോകം. മക്കയിലെ നിഷേധികളായ ആളുകള് അവര് അള്ളാഹുവിന്റെ ഏകദൈവത്വം, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നതിൽ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെ നൽകുന്ന മറുപടി പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. പ്രപഞ്ചത്തിലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ആകാശം, ഭൂമി, കാറ്റ്, മഴ, ഇതര ജീവജാലങ്ങൾ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് തുടങ്ങി പലതിനെയും എടുത്തു പറഞ്ഞ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. പ്രപഞ്ച ദൃഷ്ടാന്തത്തിലെ 7 കാര്യങ്ങളാണ് ആമുഖത്തിൽ അള്ളാഹു അവിടെ എണ്ണി പറയുന്നത്. ഇങ്ങനെ ഏറ്റവും മനോഹരമായി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന ഒരധ്യായമാണ് സൂറത്തുൽ ജാസിയ. ആകാശത്തിൽ നിന്ന് റിസ്ക് വർഷിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. റിസ്ക് എന്നതുകൊണ്ട് മഴ എന്നാണ് മുഫസ്സിറുകളെല്ലാം അഭിപ്രായപ്പെട്ടത്. ഈ സത്യവും യാഥാർത്ഥ്യവും ഒക്കെ ബോധ്യപ്പെട്ടിട്ടും അതിനെ കളവാക്കി നിഷേധിച്ച് കളയുന്ന മനുഷ്യൻ, അവൻ അഫ്വാഖുൻ അസീം എന്നാണ് സൂചിപ്പിച്ചത്. കൊടും കള്ളം ചമക്കുന്നവനും മഹാപാപിയുമാണ് ആ മനുഷ്യൻ. ഇത്തരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അവർ വിശ്വാസികളായിരിക്കണം, അവർ ദൃഢബോധ്യമുള്ളവരായിരിക്കണം, അവർ ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം, ചിന്തിക്കുന്നവരായിരിക്കണം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തന്നെ സൃഷ്ടിയിലും ഭൂമിയിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളിലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കാണാൻ കഴിയണമെങ്കിൽ അവരുടെ വിശേഷണം അവർ ദൃഢവിശ്വാസമുള്ളവരായിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാഴ്ചകൾ, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് മാത്രം മനുഷ്യൻ ചിന്തിച്ചാൽ അവന് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ഇനി മനുഷ്യന്റെ വലിയ യഥാർത്ഥത്തിൽ അവന്റെ സുഹൃത്തുക്കളോ അവന്റെ പ്രവാചകനോ അല്ല, മറിച്ച് അവന്റെ വലിയ യഥാർത്ഥ ആത്മമിത്രം അള്ളാഹുവാണ്. അള്ളാഹു വലിയ മുത്തഖീൻ എന്ന് ഈ അധ്യായത്തിൽ ഒരു പരാമർശമുണ്ട്. ആ വലിയ മുഅ്മിനീൻ എന്നല്ല, അള്ളാഹു വിശ്വസിക്കുന്ന ഒരാള് അദ്ദേഹത്തിനാണ് മുഅ്മിൻ എന്ന് പറയാം. വിശ്വാസം കർമ്മപദത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരുവൻ മുത്തഖിയായി മാറുക. അള്ളാഹു മനുഷ്യനെ പലതിനെയും കീഴ്പ്പെടുത്തി തന്നു. ഇതിനിവിടെ പ്രയോഗിച്ച വാക്ക് സഹറ എന്നാണ്. ആകാശങ്ങൾ, ഭൂമി, ഇതിലെ സംവിധാനങ്ങൾ കീഴ്പ്പെടുത്തി എന്ന് വെച്ചാൽ അതിന്റെ പ്രയോജനം അള്ളാഹു നമുക്ക് നൽകിയെന്നാണ്. എന്നാൽ കപ്പലിനെ കുറിച്ചും കടലിനെ കുറിച്ചും അള്ളാഹു നിങ്ങൾക്കത് കീഴ്പ്പെടുത്തി തന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കീഴ്പ്പെടുത്തി തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് നന്ദി കാണിക്കുക, ലഅല്ലക്കും തഷ്കുറൂൻ. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. വിശ്വാസ സമൂഹത്തെ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ട് ശത്രുക്കൾ. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ സ്വീകരിക്കേണ്ട നിലപാട് സ്ഥൈര്യം കൈക്കൊള്ളുകയും അവർ പ്രതിരോധിക്കുകയും ചെയ്യണം എന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ തിരിച്ചടിക്കേണ്ടതില്ല. അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾ അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാന്ന് വെച്ചാൽ പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുക, അവരോട് തിരിച്ചടിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരോട് വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് പരലോകത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമുണ്ട്. ബനു ഇസ്രായേൽ സമൂഹത്തെയും പരാമർശിച്ചുകൊണ്ട് അവർക്ക് നൽകിയ 6ഓളം അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അവർക്ക് അള്ളാഹു ശരീഅത്ത് നൽകി. 18-ാം സൂക്തത്തിലാണ് ബനു ഇസ്രായേൽ സമൂഹത്തിന് ശരീഅത്ത് നൽകിയതിനെ കുറിച്ച് പറയുന്നത്. സൂറത്തുൽ ജാസിയക്ക് അതുകൊണ്ട് തന്നെ സൂറത്ത് ശരിയ എന്ന അർത്ഥമുണ്ട്. അതല്ലെങ്കിൽ സൂറത്ത് ദഹർ, കാലമല്ലാതെ ഞങ്ങളെ നശിപ്പിക്കുന്നില്ല എന്ന വാദം ഉന്നയിക്കുന്നുണ്ട് മക്കയിലെ ശരികളായ ആളുകൾ. അപ്പോ സൂറത്ത് ദഹർ എന്നും, ദഹർ എന്നത് സൂറത്തുൽ ഇൻസാനും പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പാഠങ്ങളുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ജാസിയ. പരലോകത്ത് മനുഷ്യൻ അവന് മുട്ടുകുത്തിയതായി നിൽക്കും. അവൻ എന്തിനൊക്കെയാണോ പരീക്ഷിച്ചിരുന്നത് ആ പരീക്ഷിച്ചത് മുഴുവൻ അവന്റെ ചുറ്റും ഇങ്ങനെ വലയം ചെയ്യും. അവൻ ചെയ്ത കർമ്മങ്ങളൊക്കെ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഇപ്പോ ഒരു മനുഷ്യൻ ചെയ്ത കർമ്മങ്ങള് പ്രദർശിപ്പിക്കപ്പെടുക എന്ന് പറയാൻ നമുക്ക് പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ ഒട്ടും വലിയ പ്രയാസമായിരുന്നു. ഇന്ന് CCTV ചിപ്പുകളൊക്കെ ഉള്ള സമയത്ത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേയുള്ള കാര്യങ്ങൾ വീഡിയോ സഹിതം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്.
എല്ലാ സംവിധാനങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരനായ മനുഷ്യൻ ഇങ്ങനെ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ ഫയക്കൂൻ. ഈ ഒരു അർത്ഥത്തിൽ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നാളെ പ്രദർശിപ്പിക്കപ്പെടും. അവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഫൗസുൽ മുബീൻ, അവർക്കാണ് ഏറ്റവും മഹത്തായ വിജയമുള്ളത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്കാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് മനുഷ്യനെ ഇച്ഛ ഇലാഹാക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇച്ഛ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ഇങ്ങനെ ആരാധിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. അള്ളാഹുവിന്റെ കൽപ്പന വിട്ടുകൊണ്ട് അദ്ദേഹം അവനെ അനുസരിക്കുന്നു. യഥാർത്ഥത്തിൽ പരലോകത്തെയും തൗഹീദിനെയും നിഷേധിക്കുന്ന ആളുകളുടെയൊക്കെ അടിസ്ഥാന പ്രചോദനം എന്ന് പറയുന്നത് ഭൗതിക സുഖമാണ്. സ്വന്തത്തെ അനുസരിക്കുകയും ദുനിയാവിലെ പരമാവധി നന്മകൾ എന്നല്ല, ദുനിയാവിലെ പരമാവധി ആസ്വാദനങ്ങൾ നേടിയെടുക്കുക എന്ന ചിന്തയാണ് മനുഷ്യന് ഉണ്ടാവുന്നത്. പരലോകം എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകണം എന്നതിന് വളരെ കൃത്യമായ മറുപടി ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, രണ്ട് വിഭാഗം, ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ട് വിഭാഗം ആളുകൾ. ഒരാള് അള്ളാഹുവിന്റെ ദുനിയാവില് അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും അനുസരിക്കാതെ പാപിയായിട്ട് മാറുന്നു, പാപിയായി ജീവിക്കുന്നു. മറ്റൊരാൾ ധർമ്മിഷ്ഠനായിട്ടും ജീവിക്കുന്നു. അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവൻ നീതിയോട് കൂടിയിട്ടാണ് സംവിധാനിച്ചത്. നീതിയോടുകൂടി സംവിധാനിച്ച ആ പ്രപഞ്ചത്തിന് നീതി തന്നെയാണ്. ദുഷ്കർമ്മം ചെയ്ത മനുഷ്യന് ശിക്ഷയും നന്മകൾ ചെയ്ത മനുഷ്യന് രക്ഷയും പ്രതിഫലവും ഉണ്ടാകണമെന്നുള്ളത്. രണ്ടു കൂട്ടരുടെയും പരിണിതി ഒരുപോലെയാണ്. മരണത്തോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ അള്ളാഹു നീതിമാനല്ല എന്ന് പറയേണ്ടി വരും. ഇനി വ്യക്തമായൊരു തെളിവുകളൊന്നും അടിസ്ഥാനത്തിലൊന്നും അല്ല നിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷേധിക്കുകയും പരലോകത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നത്. കേവലം അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അങ്ങനെ കേവലം ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് എങ്ങനെ യാഥാർത്ഥ്യ ലോകത്തെ നിഷേധിക്കാൻ കഴിയുമെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അടിസ്ഥാന കാരണം അത് പരലോക വിശ്വാസമായിരിക്കണം. ഇങ്ങനെ തൗഹീദുമായി ബന്ധമുള്ള, ആഖിറത്തുമായി ബന്ധമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ധാരാളം അധ്യാപനങ്ങൾ സൂറത്തുൽ ജാസിയിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ ഒരു അധ്യായം, 2 അധ്യായം, 3 അധ്യായം, ഇങ്ങനെ ഒരു അധ്യായങ്ങൾ റമദാനിലൂടെ പഠിക്കുമ്പോൾ പാരായണത്തെക്കാൾ ഉപരി, പാരായണം പുണ്യമുള്ള കാര്യമാണ്, മനഃപ്പാടമാക്കൽ പുണ്യമുള്ള കാര്യമാണ്, അതിനേക്കാൾ ഉപരി മനസ്സിന് സന്തോഷവും കുളിരും നൽകുന്ന അനുഭൂതിയുമാണ് ഖുർആനിലെ അധ്യായങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിനങ്ങളും ഏറ്റവും ഫലപ്രദമായി ഖുർആനുമായി മനസ്സ് ചേർത്ത് സഞ്ചരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.